ഓം എന്നുള്ള ആ ഒരു ആകാരത്തിൽ ആ ഒരു ആകൃതിയിലിരിക്കുന്ന ഒരു പർവ്വതം മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതി നിർമ്മിതമാണ്. നമ്മുടെ വെളിച്ചത്തിന് അപ്പുറത്തേക്ക് ചുറ്റിനും ഐസ് ഗ്ലേഷ്യറിൽ നിന്നും തട്ടി വരുന്ന സൂര്യൻ്റെ വെളിച്ചം. പൂജാ ബേദിയുടെ മദറായിരുന്ന പ്രതിമ ബേദിയും സംഘവും യാത്ര ചെയ്തിരുന്നൊരു സ്ഥലമാണ്. അവർ ഒട്ടനേകം ആൾക്കാർ, ഒരു 200 പേർക്ക് അടുത്തുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് രാത്രിയിൽ ഒരു വലിയ പർവ്വതം തന്നെ അവരുടെ ദേഹത്തേക്ക് ഉരുണ്ട് വീണ് ഒരാൾ പോലും രക്ഷപ്പെടാതെ മുഴുവൻ പേരും മരിച്ചടങ്ങി എന്നുള്ളതാണ്. എങ്കിൽ അവരുടെ ബോഡിയൊന്നും പലതും എടുക്കാനൊന്നും പറ്റില്ല. അവരുറങ്ങുന്ന മണ്ണിൻ്റെ മുകളിലാണ് ഞങ്ങളന്ന് കഴിയുന്നത്. ആ ഒരു മലയുടെ കഴിഞ്ഞാൽ മഹാപർവ്വതത്തിലേക്കുള്ള യാത്രാപഥമാണ്. ആ ഒരു മല കൂടി കഴിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അവിടെ നിന്ന് ഞാൻ വീണ്ടും ഒരു സ്വപ്ന സഞ്ചാരം നടത്തി. ഹായ്, എൻ്റെ പേര് മധു വിഭാകർ. സത്യത്തിൽ എൻ്റെ ചെറിയ യാത്രകൾ തുടങ്ങുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. സൗഹൃദങ്ങളാണ് യാത്രകൾക്ക് എന്നോടൊപ്പം ഉണ്ടായിട്ടുള്ളത് എന്നും. ശേഷം വളരെ വലിയ ഒരു യാത്രയുടെ ഭാഗമാകുവാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ. എൻ്റെ വീട്ടിലൊക്കെ ഈ പണ്ട് കാലത്ത് ഈ പലചരക്ക് സാധനങ്ങൾ വാങ്ങുവാൻ പോകുമ്പോൾ അവിടെ നിന്ന് അരിയൊക്കെ പൊതിഞ്ഞ് തരുന്ന ഒരു കുമ്പിളുണ്ട്, ഈ പേപ്പർ കൊണ്ട് കുമ്പിൾ കുത്തിയ ഇതുണ്ട്. അതിലാണ് പണ്ട് നമുക്ക് സഞ്ചിയോ അല്ല അങ്ങനെയുള്ള കവറിലൊന്നും ഇട്ട് തരാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് വാങ്ങിച്ച അരിയുടെ ആ ന്യൂസ് പേപ്പറിൽ നിന്നും ഞാൻ ഈ കൈലാസ യാത്രയുടെ ഒരു വാർത്ത, അത് പകുതി വാർത്ത എനിക്കതിനകത്ത് വായിക്കാൻ കഴിഞ്ഞു. സത്യത്തിൽ അന്നത്തെ ഒരു വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ കൊണ്ട് വീട്ടിൽ പത്രങ്ങളൊന്നും വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ പേപ്പറിൽ നിന്ന് കിട്ടിയ ഒരറിവ്, കൈലാസ യാത്രയെ പറ്റിയുള്ളൊരറിവ് അക്കാലത്ത് ഏതാണ്ട് ഒരു 89-90 എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് തോന്നിയ ഒരു വികാരം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപബോധ മനസ്സിലേക്ക് ആ കൈലാസ യാത്രയുടെ ശകലങ്ങൾ അന്നേ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ചിരുന്നു ഞാൻ. ഒപ്പം എൻ്റെ നാട്ടിൽ ചുനക്കര മഹാദേവർ എന്ന് പറയുന്നൊരു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭക്തിയോട്, ഭയബഹുമാനത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു മൂർത്തിയുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു എൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട്, എൻ്റെ സ്കൂളിനടുത്ത് തന്നെയാണ് ആ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിന് ചുനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്ന് ഹൈസ്കൂളായിരുന്നു. അതിനടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്നു എപ്പോഴും. എല്ലാ ഉത്സവകാലങ്ങളിലാണെങ്കിലും സാധാരണ പരീക്ഷയുടെ സമയങ്ങളാണെങ്കിലും ഞാൻ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ച്, കരയാനാണെങ്കിൽ കരഞ്ഞും ചിരിക്കാനാണെങ്കിൽ ചിരിച്ചും, കഥ പറയാനാണെങ്കിൽ കഥ പറഞ്ഞും, വിഷമങ്ങൾ ഷെയർ ചെയ്യാനാണെങ്കിൽ എല്ലാം ആ ക്ഷേത്രത്തിലായിരുന്നു. എൻ്റെ ആ ഒരു പട്ടിണിയുടെ കാലഘട്ടത്തിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു കൂട്ടുകെട്ട് മഹാദേവനായിരുന്നു. അക്കാലം മുതലേ മഹാദേവനോടുള്ള ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു ആർത്തി, അല്ലെങ്കിൽ ഒരു ആവേശം മനസ്സിലെവിടെയോ കൊണ്ട് നടന്നിരുന്നു. സാധാരണ നമ്മൾ സങ്കല്പിക്കുന്ന ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദ്രാവിഡ സംസ്കാരം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഒരു കറുപ്പിൻ്റെ പ്രകൃതമായിട്ട് നിൽക്കുന്ന മഹാദേവനെ അന്നേ മുതൽ മനസ്സിൽ വളരെയധികം പ്രണയിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ പിന്നീട് അതെപ്പോഴോ നമ്മുടെ ഉൾബോധത്തിലോ ഉൾമനസ്സിലെവിടെയോ അവിടെ അങ്ങനെ കടന്നിരുന്നു, അണയാത്ത തീ പോലെ. ഒരുപക്ഷെ അത് പിന്നീട് ഞാനൊരു ബിസിനസ്മാനായി, പിന്നീട് സിനിമാ മേഖലയിൽ കൈവച്ചു, ചെറിയ രീതിയിലെങ്കിലും ഓഫ് ബീറ്റ് സിനിമകളിൽ കൈവച്ചു. അപ്പോഴും ഈ ചെറിയ യാത്രകൾ അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ തൃശ്ശൂരിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഒരു രാജൻ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹവുമായി നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സംഗമം ഉണ്ടായി. അപ്പം അങ്ങനെ അദ്ദേഹത്തിനോട് എൻ്റെ ഇഷ്ടം പറയുകയും ആ ഇഷ്ടം വളരെ ആവേശകരമായിട്ട് അദ്ദേഹം ഉൾക്കൊള്ളുകയും അദ്ദേഹം അത്തരം യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെന്നും എന്നോടൊപ്പം തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും പറയുകയും അതിനുള്ള ചില ഉപാധികൾ തൃശ്ശൂരിൽ നിന്ന് നമുക്ക് സംഘടിപ്പിക്കാമെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ തൃശ്ശൂരുണ്ടെന്നും അറിയുന്നത് ആ സമയത്താണ്. ഏതാണ്ട് 2013 എനിക്ക് തോന്നുന്നത്. 2013 ഇങ്ങനെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ സഫലീകരണത്തിൻ്റെ ഒരു അടിസ്ഥാന തലത്തിലേക്ക് എത്തുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ വായിച്ച, അരി കൊണ്ടുവന്ന പേപ്പർ കുമ്പിളിൽ നിന്ന് വായിച്ച അറിവിൽ നിന്നും പിന്നീട് എനിക്ക് സാമ്പത്തികമായി അത്യാവശ്യം അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടായ സമയത്ത്
തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ഒപ്പം തന്നെ ഓൺലൈൻ മീഡിയകൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ കൈലാസങ്ങളെ അറിയാൻ തുടങ്ങി. ഒപ്പം അതിനോടൊപ്പം വന്നൊരു വലിയ അനുഗ്രഹമായിരുന്നു എം കെ രാമചന്ദ്രൻ്റെ ഉത്തരാഖണ്ഡിലൂടെ എന്ന പുസ്തകം, അതേപോലെ തപോഭൂമി, ആദി കൈലാസ യാത്ര എന്നീ പുസ്തകങ്ങൾ. സത്യത്തിൽ പുസ്തകങ്ങൾ അത്ര ഇരുന്ന് വായിക്കുവാൻ കഴിയുന്നതൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. എങ്കിലും ഈ പുസ്തകങ്ങൾ പൊതുവെ എന്നെ വല്ലാതെ ആഴത്തിൽ, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കാതെ കൈലാസ യാത്രകളെ പറ്റിയുള്ള എം കെ രാമചന്ദ്രൻ സാറിൻ്റെ വളരെ ഡെപ്തിലുള്ള ആ ഒരു ഭാഷാ നൈപുണ്യത്തിന് അങ്ങേയറ്റം ഭയങ്കരമായി വിഴുങ്ങിയെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ആവേശകരമായി ഞാൻ ഉൾക്കൊണ്ടു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വിവരണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രായോഗികമായി, പ്രാക്ടിക്കലായി നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന വാക്കുകളും വരികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൂടെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തു. തീർച്ചയായിട്ടും ആ യാത്രകൾ മനസ്സുകൊണ്ട് ഞാൻ നടത്തി എന്നുള്ളതാണ് സത്യം. ആദ്യമേ തന്നെ സത്യത്തിൽ സ്വപ്നസഞ്ചാരി എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആ പുസ്തകങ്ങൾ വായിച്ച് എൻ്റെ സ്വപ്നത്തിലൂടെ യാത്ര ചെയ്ത് ആ യാത്രകൾ സഫലീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു വൈകാരികമായിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ്, ആ അച്ചീവ്മെൻറ്റ് സത്യത്തിൽ ഈ സ്വപ്നസഞ്ചാരി എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് അവതരിപ്പിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുകയാണ്. സത്യത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായത്, എൻ്റെ യാത്ര, എൻ്റെ ഏറ്റവും പ്രണയം കലർന്ന യാത്രയാണ് എൻ്റെ കൈലാസ യാത്രകൾ, എൻ്റെ ഹിമാലയൻ യാത്രകൾ. ഞാൻ ആദ്യമായി ഹിമാലയൻ യാത്ര ചെയ്യുന്നത് ചാർധാമിലേക്കാണ്. അതായത് ബദ്രി, കേദാർ, തുംഗനാഥ്, രുദ്രനാഥ് ആ റൂട്ടിലേക്കായിരുന്നു. എനിക്ക് കാരണമായത് തൃശ്ശൂരിലുള്ള എൻ്റെ അടുത്ത കുറേ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി. അവർ ത്രൂ ആണ് ഞാൻ 2014 ആ യാത്രയിലേക്ക് പോകുന്നത്. 2014 യാത്രയിലേക്ക് പോകുന്നത് ശരിയാണ്. അപ്പോൾ അതിന് ശേഷം ആ യാത്ര എനിക്ക് തരുന്നത് ഹിമാലയത്തിൻ്റെ മണ്ണിലേക്കുള്ള എൻ്റെ ആദ്യത്തെ കാൽവയ്പ്പാണ്. ഒരു കാന്തികമായ വലയമാണോ അതോ എന്തോ നമ്മളെ വല്ലാതെ ഹഠാത് ആകർഷിക്കുന്ന ഒരു വായുവാണോ, ഒരു കാലാവസ്ഥയാണോ, എന്തോ ഒന്ന് ആ മണ്ണിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു യാത്രയായിരുന്നു എൻ്റെ ആദ്യത്തെ ചാർധാം യാത്ര. സത്യത്തിൽ ചാർധാം യാത്ര ഞങ്ങളൊരു 4 പേര് ചേർന്ന യാത്രയായിരുന്നു. ആ യാത്ര അവസാനിക്കുന്നത് ഏതാണ്ടൊരു 7-8 ദിവസത്തോളം എടുത്ത യാത്രയാണ്. ഇവിടെ നിന്ന് ഡൽഹിയിലേക്കും, ഡൽഹിയിൽ നിന്ന് ഹരിദ്വാറിലേക്കും, ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിലേക്കും, ഋഷികേശിൽ നിന്ന് രുദ്രപ്രയാഗിലേക്കും, രുദ്രപ്രയാഗിൽ നിന്ന് ബദ്രിയിലേക്കും, തുംഗനാഥിലേക്ക് പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ സ്വപ്ന സമാനമായ യാത്രയായിരുന്നു. ചോപ്ത എന്ന് പറയുന്ന ആ പർവ്വതത്തിലൂടെയുള്ള യാത്ര, തികഞ്ഞ കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര. കാട് പൊതുവെ ഹിമാലയത്തിൽ വളരെ തിക്കായിട്ടുള്ള, വളരെ തിക്ക് ഫോറസ്റ്റുകൾ വളരെ കുറവാണ്. ഞങ്ങൾ യാത്രാപഥത്തിൽ കാണുന്ന ഈ പറയുന്ന കാടുകൾ, വനങ്ങൾ കുറവാണ്. പക്ഷേ ചോപ്ത വളരെ ശക്തമായ, വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമലും, അത് സത്യം പറഞ്ഞാൽ അത് നമുക്കിപ്പോഴും വളരെ നമ്മുടെ കേരളത്തിലെ യാത്രകൾ പോലെയല്ല, വേറൊരു ഫീല് തരുന്നൊരു യാത്രയാണ് തുംഗനാഥിലേക്കുള്ള യാത്ര. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തുംഗനാഥ്. ഏതാണ്ട് 15 കിലോമീറ്ററോളം നമ്മൾ ചോപ്തയിൽ നിന്നും നടന്നു കയറുന്ന യാത്രയാണ്. വളരെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് ഈ പറയുന്ന തുംഗനാഥ്. അങ്ങനെ തുംഗനാഥിൽ നിന്ന് ഞങ്ങൾ നേരെ ബദ്രിയിലേക്ക് പോകുന്നു. ബദ്രിയിലെ ബ്യൂട്ടി അനുഭവിക്കുന്നു. ബദ്രിയിൽ ചൂടുവെള്ളത്തിൽ, അത്രയും -6-7 ഡിഗ്രി തണുപ്പുള്ള സമയത്ത് പോലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു. അതൊക്കെ വലിയൊരു അനുഭവമാണ്, വലിയൊരു അത്ഭുതമാണ്. ബദ്രി പൊതുവെ ഒരു നിറം ചാർത്തിയ ഒരു ഫീലാണ്. ബദ്രിയുടെ സ്വഭാവം തന്നെ ഒരു കളർഫുൾനെസ്സാണ്. ഈ പറയുന്ന ശങ്കരാചാര്യരുടെ നിയമസംഹിത പ്രകാരം മലയാളിയായിട്ടുള്ള ഒരു ആളാണ് അവിടുത്തെ പൂജാരിയാകേണ്ടത്. അദ്ദേഹം ഒരു കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നു, സമ്മാനങ്ങൾ തരുന്നു. ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് കേദാറിലേക്ക് പോകുന്നു. കേദാറിൽ സ്ഥിതി വേറൊരു വിശേഷമാണ്. എനിക്ക് തോന്നുന്നു കേദാർ കഴിഞ്ഞ കാലത്തുണ്ടായ പ്രളയത്തിന് മുൻപുള്ള യാത്രയാണ് ഞങ്ങൾ ചെയ്തത്. ആ യാത്രയിൽ കേദാറിൻ്റെ അടിവാരത്തിലുള്ള ബേസ് ക്യാമ്പിലുള്ള ഗൗരികുണ്ട്, അവിടെയാണ് ഈ ചൂടുവെള്ളം കിട്ടുന്നത്. ബദ്രിയിൽ വേറെയാണ്. ആ ഗൗരികുണ്ടിൽ കുളിച്ചിട്ട് 14 കിലോമീറ്റർ നടന്നു പോവുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ശബരിമല പോകുന്നത് പോലെയോ വേറെ ഏതെങ്കിലും മലകൾ നടന്നു പോകുന്നത് ഒരുപക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു യാത്രയാണത്. കാരണം എന്നോടൊപ്പമുള്ള 3 പേരും
അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, അവരുടെ ആരോഗ്യപരമായ ശ്രേഷ്ഠത കൊണ്ട് അവർ മുന്നിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പിന്നിലായിട്ടുണ്ടാകാം. എവിടെയോ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു സമയമുണ്ടായിരുന്നു. ആ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ആദ്യ യാത്രയുടെ ഒരു അനുഭവം കൂടി ആയതുകൊണ്ട് എനിക്കൊരു ഭയം, അല്ലെങ്കിൽ എന്തോ ഒരു ഒരു ഉൾഭയം പോലെ ഫീൽ ചെയ്ത സമയമുണ്ടായിരുന്നു. ബ്ലഡ് പ്രഷർ താഴ്ന്നോ കൂടിയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പലപ്പോഴും തളർച്ച ബാധിച്ചു. എവിടെയൊക്കെ ഏതോ വളവിൽ വെച്ചിട്ട് എന്നോടൊപ്പം ഒരു നായ ചേരുകയായിരുന്നു ആ യാത്രയിൽ. അത് ഒരുപക്ഷെ എൻ്റെ ബാക്ക് പാക്ക് തുറന്നൊരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാൻ പോലുമുള്ള ഒരു ആരോഗ്യാവസ്ഥയിലോ അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലോ ആയിരുന്നില്ല ഞാൻ. ജസ്റ്റ് വടി കുത്തി ഇങ്ങനെ നടന്നു പോകുന്നതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പട്ടി എന്നോടൊപ്പം ചേരുകയാണ്. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഈ പട്ടി കേദാർ യാത്രയുടെ അവസാനം വരെയും എന്നോടൊപ്പം ഉണ്ടാവുകയും അതിനുശേഷം ആ നായയെ സത്യത്തിൽ അത് കാണാതാവുകയും ചെയ്തു. സാധാരണ അവിടെ പട്ടികൾ സാധാരണമാണ്, എല്ലാവരും യാത്രകൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ കൂടെ പോകാം. പക്ഷേ ഈ നായയെ ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് എന്നോടൊപ്പമുള്ളവരോട്, എന്നെ കാത്തു നിന്നവരോട് 1 മണിക്കൂർ ശേഷം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അവരോട് ഇത് വിവരം പറയുകയും ഈ നായയെ അന്വേഷിക്കുകയും ചെയ്തിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ആ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവമാണ്. മറ്റൊരാളോട് പറഞ്ഞാൽ അത് വിശ്വാസമാവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ എനിക്കത് വല്ലാത്ത എന്തോ എന്നോട് മഹാദേവൻ എന്നോടൊപ്പം അയച്ച ഒരു സഹായിയായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓൺ ദ വേയിൽ ഞങ്ങൾ വളരെ കൂട്ടായി, വളരെ സ്നേഹമായി കുറേ നേരം ഇരുന്നു, എന്നോടൊപ്പം ഇരിക്കുന്നു, അങ്ങനെയൊക്കെ വന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അതോടൊക്കെ ആ ഒരു അനുഭവങ്ങളോടൊപ്പം വായിക്കുമ്പോൾ സത്യത്തിൽ ആ മണ്ണിനോട് എനിക്ക് തോന്നുന്ന പ്രണയം അതിവിശിഷ്ടവും എത്രമാത്രം ആഴത്തിലുണ്ടാക്കാൻ കഴിയുമോ അത്രമാത്രം എനിക്ക് ആ മണ്ണിനോട് വല്ലാത്തൊരു ഒരു അടുപ്പം തോന്നുകയും ചെയ്തൊരു കാരണമായിരുന്നു. അതേസമയം ബദറിയിലെ റാവൽജി, അതായത് റാവൽജി എന്ന് പറയുന്നത് അവിടുത്തെ തിരുമേനി അല്ലെങ്കിൽ അവിടുത്തെ പൂജാരിയുടെ അവിടുത്തെ പേരാണ് റാവൽജി എന്ന് പറയുന്നത്. ബദറിയിലെ റാവൽജി വളരെ സൗമ്യനും കളർഫുള്ളും ആണെങ്കിൽ കേദാറിലെ റാവൽജി എന്ന് പറയുന്നത് വളരെ തീഷ്ണവും അതിഭീകരനുമാണ്. കേദാറിലെ റാവൽജി എന്ന് പറയുന്നത് കർണാടകത്തിൽ നിന്ന് വരുന്ന ആളാണ്. അങ്ങനെയാണ് ശങ്കരാചാര്യരുടെ ലിഖിത നിയമം. അപ്പോൾ അങ്ങനെ സന്ധ്യാസമയത്ത് ഈ ബദരിയിൽ കേദാറിൽ ഒരു ആരതി ഒഴിയുന്ന സംവിധാനമുണ്ട്. ഈ ആരതി ഒഴിയുക എന്ന് പറയുമ്പോൾ ആരതി ഒഴിയുന്ന സമയത്ത് അവിടുത്തെ നാഗസന്യാസിമാർ, ചുറ്റിനുമുള്ള നാഗസന്യാസിമാർ, പരമാവധി ഭക്തർ, പരമാവധി ആൾക്കാർ നൃത്തം ചെയ്ത് വല്ലാത്ത, അതായത് ഈ എന്താ പറയുന്നത്, മറ്റേ ചെണ്ടയുമൊക്കെ കൊട്ടി ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് ആ സന്ധ്യാസമയത്ത്. നമ്മൾ നോക്കുമ്പോൾ ഈ ആരതി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ളൊരു 4 പേര് പൊക്കിയാൽ പൊങ്ങാത്ത ഒരു ആല് വിളക്ക് പോലെ ഒരു വിളക്കാണ്. ആല് വിളക്ക് പോലെ ഒരു ആരതി ഒഴിയുന്ന സംഭവമാണ്. അത് വെച്ചിട്ടാണ്, ഇത്രയും വെയിറ്റുള്ള സാധനമാണ് ഇത്. അത്രയ്ക്ക് പവർഫുള്ളാണ്, അത്രയ്ക്ക് വളരെ ബലിഷ്ഠമായ ഒരു മനുഷ്യനാണ്. വളരെ മീശയൊക്കെ ഇങ്ങനെ വെച്ച് വളരെ നമുക്ക് ഭയങ്കര ഭയഭക്തി ബഹുമാനം തോന്നുന്നൊരു മനുഷ്യൻ. ആകർഷിക്കുകയാണ്. എന്താണ് നമ്മളിതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അപ്പുറത്തെ മലയിൽ നിന്ന് നമുക്ക് ഭൈരവനെ ആകർഷിക്കുന്ന ഒരു രംഗമാണത്. ഭൈരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായരൂപമുള്ള മഹാദേവനാണ്. അപ്പോൾ ആ ഭൈരവനെ ആകർഷിക്കുക എന്ന്, അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഭൈരവൻ, ആ നായ, പട്ടി, അതിൻ്റെ കൂടൊപ്പം വന്നവൻ. അപ്പോൾ ആ ഒരു ഫീല് എന്താണെന്നറിയത്തില്ല, നമ്മളങ്ങ് കോരിത്തരിക്കുകയാണ് അവിടെ നിന്ന്. അറിയാതെ നമ്മൾ പാട്ടുപാടി പോകുന്നു, അറിയാതെ നമ്മൾ തുള്ളിപ്പോകുന്നു, അറിയാതെ നമ്മൾ കാൽപാദങ്ങൾ ചലിക്കുന്നു, അറിയാതെ നമ്മൾ തൊഴുതു പോകുന്നു. ഒരു 1/4 മണിക്കൂർ ഒരു രക്ഷയുമില്ലാത്ത തരത്തിലുള്ളൊരവസ്ഥ. അത് കഴിയുമ്പോഴത്തേന് വളരെ ശാന്തമായൊരവസ്ഥയിലേക്ക് വരുന്നു. നമ്മൾ ആ ക്ഷേത്രത്തിനകത്ത് കയറുന്നു. ഇവിടങ്ങളിലൊക്കെ പൂജാരിയെ തട്ടിയാൽ തന്നെ ക്ഷേത്രങ്ങൾ കഴുകുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ഒരു കുഴപ്പവുമില്ല. നമ്മൾ അതിനകത്ത് കയറി നമ്മൾ പിന്നെ എന്താ പറയുന്നത്, കേദാറിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കാളയുടെ മുതുകാണ്. ആ മുതുകിൽ തൊട്ട് നമസ്കരിച്ച് നമുക്ക് അകത്ത് കയറി തൊഴുത് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ചിരിച്ച് ഇറങ്ങിപ്പോകാവുന്നൊരു സാഹചര്യമാണ് കേദാറിൽ. അങ്ങനെ കേദാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ അനുഭവവുമായി അന്ന് രാത്രി കേദാറിൽ ഞങ്ങൾ തങ്ങുകയാണ്. കേദാറിൽ തങ്ങി രാത്രിയിൽ 2 മണിയാകുമ്പോൾ ഇതിൻ്റെ പുറകിലൊരു മലയുണ്ട്, വളരെ ഐസ് ഗ്ലേഷ്യറാണ് ഫുൾ. ആ ഗ്ലേഷ്യറിൽ നോക്കിയാൽ മഹാദേവനെ കാണാമെന്നാരോ എന്ന് പറഞ്ഞ പ്രകാരം ഉറങ്ങാതെ കാത്തിരുന്ന് 2 മണിയായപ്പോൾ നമ്മൾ ആ തണുപ്പ്, തീവ്രമായ തണുപ്പ്, എല്ല് കോച്ചുന്ന തണുപ്പ്, എല്ല് പോലും ഐസാകുന്ന തണുപ്പിൽ ഞങ്ങൾ പുറകിൽ പോയി
മനസ്സിൽ മഹാദേവനുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മഹാദേവനെ കാണാമല്ലോ. അങ്ങനെ മഹാദേവനെ കണ്ട് തിരിച്ചു വന്ന അനുഭൂതിയോടുകൂടി കിടന്നുറങ്ങിയാണ് പിറ്റേന്ന് ഞങ്ങൾ കേദാറിൽ നിന്ന് ഇറങ്ങുന്നത്. കേദാറിലെ കാലാവസ്ഥ, ബദറിയിലെ കാലാവസ്ഥ നിറങ്ങളാണെങ്കിൽ കേദാറിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഭസ്മ ധ്രുവീകരണം, ഒരു ഭാസ്മികം, ഒരു ഭസ്മം മുഴുവൻ, അത്രക്ക് മാത്രം ഒരു ആഷ് ഫീലാണ് കേദാറിൻ്റെ അവസ്ഥ. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു കേദാർ യാത്ര. അങ്ങനെ ചാർധാമിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇനിയും വരാമെന്നുള്ള ഒരു ഉറപ്പിലാണ്, ഇനിയും വരും, ഇനിയും വന്നു പോകുമെന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ഹിമാലയത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. ആകസ്മികമായിട്ട് തന്നെ അടുത്ത വർഷം വീണ്ടും അതേ സമയമാകുമ്പോൾ വീണ്ടും കൈലാസയാത്രയുടെ ഒരു ഉൾവിളികൾ, തോന്നലുകൾ നമുക്ക് വരികയാണ്. ആ മണ്ണ് നമ്മളെ മാടി വിളിക്കുന്നത് പോലെ, വരിക, നീ വരിക എന്നുള്ളത് പറയുന്നത് പോലെ. അങ്ങനെ കൈലാസങ്ങളെപ്പറ്റി പഠിച്ചു വരുന്ന, അല്ലെങ്കിൽ കൈലാസങ്ങളെപ്പറ്റി അറിഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ എത്ര കൈലാസങ്ങളുണ്ട് എന്നറിയുന്നു. ആദി കൈലാസയാത്ര ആണ് ആദ്യം നടത്തേണ്ടതെന്നും അതിനുശേഷം ശ്രീകണ്ഠ മഹാപർവ്വതം നടത്തണമെന്നും, ശ്രീകണ്ഠ കൈലാസം, പിന്നീട് കിന്നോർ കൈലാസം, കിന്നര കൈലാസം എന്നറിയപ്പെടുന്നു. അത് രണ്ടും ഹിമാചൽ പ്രദേശിലാണ്. ആദി കൈലാസം ഉത്തരാഖണ്ഡിലാണ്. കൂടാതെ മണിമഹേഷ് കൈലാസവും ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ മണിമഹേഷ് കൈലാസം, ശ്രീകണ്ഠ കൈലാസം, കിന്നോർ കൈലാസം, ആദി കൈലാസം, ഇത് 4 കൂടാതെയുള്ള 5ാമത്തെ കൈലാസമായിരുന്നു മഹാ കൈലാസം. അത് ചൈനയിലാണ്. ചൈന എന്ന് പറഞ്ഞാൽ ടിബറ്റിലാണ്. പഴയ ടിബറ്റ്, ഇപ്പോഴത്തെ ചൈനയുടെ അധീനതയിലുള്ള ഭൂപ്രദേശമാണ് ടിബറ്റ്. ടിബറ്റിലുള്ള മഹാ കൈലാസം, അതാണ് 5ാമത്തെ കൈലാസം. അങ്ങനെ 5 കൈലാസങ്ങളാണുള്ളത്. 5 കൈലാസങ്ങളിൽ ആദ്യത്തെ കൈലാസമായ ആദി കൈലാസം ഛോട്ടാ കൈലാസം എന്നറിയപ്പെടുന്നു. ആദി കൈലാസ യാത്രയെപ്പറ്റി പറയാനാണെങ്കിൽ, നമ്മൾ ആദ്യമായി മഹാദേവൻ ഇരിക്കുന്ന സ്ഥലം, യഥാർത്ഥത്തിൽ മഹാദേവനെ ഉൾക്കൊള്ളുന്ന ആ ഒരു പർവ്വതത്തിലേക്കുള്ള യാത്രയാണ്. ആ പർവ്വതത്തിലേക്ക് നമ്മൾ എത്രമാത്രം വായിച്ച് അറിവ് നേടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും, അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും, അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ യാത്രയിലേക്ക് കടന്നു പോകുമ്പോൾ, യാത്രകളുടെ ഓരോ ദിവസവും ആ മണ്ണിലേക്ക്, അല്ലെങ്കിൽ ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് ഒന്ന് എത്താനുള്ള വ്യഗ്രതയായിരുന്നു. നീ വരൂ, നീ വരൂ, നീ വരൂ എന്നുള്ള ഉൾവിളിയോടുകൂടി നമ്മളങ്ങനെ ഓരോ സ്വപ്ന സഞ്ചാരിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡൽഹിയിലെത്തുന്നു, ഡൽഹിയിൽ താമസിക്കുന്നു. അവിടെ നിന്ന് അൽമോറ വഴി നേരെ ധാർചുല എന്ന് പറയുന്ന നേപ്പാളിൻ്റെ ബോർഡറിലേക്ക് എത്തുന്നു. ധാർചുലയിലാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ മെഡിക്കൽ പരിശോധനകൾ. അപ്പം നമുക്ക് ഈ യാത്രകൾക്ക് വേണ്ടി വരുന്ന ചില കാര്യങ്ങൾ, ഇവിടെ നിന്ന് നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇത് കൂടാതെ അവിടെ ചെന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പെർമിറ്റാണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുക. കാരണം 3 രാജ്യങ്ങളോളം അതിർത്തി പങ്കിടുന്ന സ്ഥലമാണത്, നേപ്പാൾ, ചൈന ആൻഡ് ടിബറ്റ്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് ആ ഒരു ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഇന്നർ ലൈൻ പെർമിറ്റ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പറയുന്ന കോർട്ടിൽ നിന്നാണ്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തി നമ്മളോട് ഒരു പിൽഗ്രിം യാത്രയ്ക്ക് വേണ്ടി അനുമതി തേടുന്നു. അതിൻ്റെ തന്നെ നമ്മളെ ധാർചുലയിലെ KMVN എന്ന് പറയുന്ന, നമ്മുടെ KTDC മാതിരിയുള്ള അവിടുത്തെ ടൂറിസം മേഖല പരിപോഷിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് KMVN, കുമയൂൺ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പേര്. കുമയൂൺ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡ്. KMVNൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നമുക്ക് താമസം ഉള്ളത്. അവിടെ താമസിച്ച് 2-3 ദിവസം താമസിച്ച് യാത്രയെ പറ്റിയുള്ള പദ്ധതികളും യാത്രകളെ പറ്റിയുള്ള തുടർന്നുള്ള യാത്രയെ പറ്റിയുള്ള അറിവുകളൊക്കെയും അവിടെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു. നാട്ടുകാരുമായിട്ടും യാത്രയിൽ നമ്മളോടൊപ്പം വരുന്ന പോർട്ടർമാർ, നമ്മുടെ ഒപ്പം വരുന്ന പിന്നെ കുറച്ച് ദൂരമെങ്കിലും വരുന്ന ജീപ്പിൻ്റെ ട്രക്കറിൻ്റെ ഡ്രൈവർമാർ, ഇവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച് നമ്മുടെ യാത്രയെ പറ്റിയുള്ള പരിപാടികളൊക്കെ അവിടെ ആസൂത്രണം ചെയ്യുകയാണ്. ആദ്യത്തെ പരിപാടി ചെയ്യുന്നു. പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാകുന്നു. വളരെ നെഞ്ചെടുപ്പോടുകൂടിയാണ് ഞങ്ങൾ ഈ മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെ പോകുന്നത്. മെഡിക്കൽ പരിശോധന കേട്ടുകേഴ്വി അനുസരിച്ച് എന്തെങ്കിലും ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ പോലും അത് ക്യാൻസൽ ചെയ്യുന്നൊരു പരിപാടിയാണ് അവിടെ ഉള്ളത്. വേറെ പരിപാടികളൊന്നുമില്ല. 2-3 ദിവസം വീണ്ടും അധികമായി നിന്ന് നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം പരിശോധിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദി കൈലാസ യാത്ര തുടങ്ങുന്നു ധാർചുലയിൽ നിന്നും. അക്കാലത്ത് ആദി കൈലാസ യാത്ര എന്ന് പറയുന്നത് ഏതാണ്ട് 98% നടന്ന് തന്നെ പോയി നടന്ന് തന്നെ ഇറങ്ങേണ്ട സ്ഥലമായിരുന്നു ആദി കൈലാസ യാത്ര. ഇക്കാലത്ത് ഇപ്പോൾ അതല്ല, ഇപ്പം കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായി. അക്കാലത്ത് ഫുള്ളി ട്രെക്കിംഗ് ആണ്. അതായത് ധാർചുലയിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ദൂരം മാത്രം നമുക്ക് 4 വീൽ ഡ്രൈവിൽ പോകാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നടപ്പ് തുടങ്ങുകയാണ്. നടക്കുക എന്ന് പറയുമ്പോൾ
ഒരു സൈഡിൽ നേപ്പാൾ, നമ്മുടെ സൈഡിൽ ഇന്ത്യയും, നടുക്കുകൂടെ ഒഴുകുന്നത് കാളി നദിയുമാണ്. കാളി എന്ന് പറയുന്ന ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അതിൻ്റെ പവറും അതിൻ്റെ ഒഴുക്കും. അത്രയ്ക്കും ശക്തിയും അത്രയ്ക്കും ശബ്ദവുമാണ്. പലപ്പോഴും ഈ നദിയുടെ അരികിൽ കൂടെ നടന്നു പോകേണ്ട അവസ്ഥ, ചിലപ്പോൾ ആ നദിയുടെ മുകളിൽ കൂടെ നടന്നു പോകേണ്ട, അത് മീൻസ് കയറ്റത്തിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന വളരെ കുറച്ച് പോർട്ടേഴ്സ് ഉണ്ട്, നമ്മളോടൊപ്പം ഭാരം ചുമന്ന് വരുന്നവർ. കുറേ അധികം ഭാരങ്ങൾ നമ്മൾ കഴുതപ്പുറത്ത് വിടാനായിട്ട് ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് നോക്കി. പക്ഷേ അവരെ വലിയ തുക ചോദിച്ചുകൊണ്ട് അന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് സാമ്പത്തികമായി വളരെ എന്താ പറയുക, വളരെ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം ചുമന്ന് തന്നെ പോകുമായിരുന്നു. വലിയൊരു ബാക്ക് പാക്ക്, നമ്മുടെ ഏറ്റവും ടോട്ടൽ ബാക്ക് പാക്ക് ബാക്കിലും വേറൊരു ബാക്ക് പാക്ക് ഫ്രണ്ടിലുമായി നടന്നു പോകുന്ന, നടുക്ക് നമ്മളുമായിട്ട് നിന്ന് പോകുന്നൊരു യാത്രയായിരുന്നു. യാത്ര വലിയ കഠിനമാണ്. അത്രയും ഭാരം ചുമന്ന് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ ഈ കാളി നദിയുടെ സൈഡിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെന്ന് ആദ്യത്തെ ദിവസത്തെ സന്ധ്യസമയം ചെല്ലുന്നത് മാൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാൽപ്പ ഇന്ന് ആ സ്ഥലം അവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അടിവാരത്തെങ്ങാനും കാണുമായിരിക്കും. മാൽപ്പയ്ക്ക് പറയാനുള്ളൊരു കഥ എന്ന് പറയുന്നത്, മാൽപ്പ ഒരു വലിയ ദുരന്തത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. മാൽപ്പ തൊട്ട് ഈ കാളി നദിയോടൊപ്പം ചേർന്ന് അതേ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു ചെറിയ ഒരു സ്ഥലമാണ്. അതായത് ഒരു 10-15 ഫാമിലി മാത്രം താമസിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണത്. ഈ കുതിരയ്ക്ക് കിടക്കാനായിട്ടൊരു ഷെഡ് പണിതിട്ടിട്ടുണ്ട്. അതിനകത്താണ് ഞങ്ങളുടെയും കിടപ്പ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഈ നദിയിലാണ് നമ്മുടെ റുട്ടീൻ പരിപാടികളൊക്കെ നടത്തേണ്ടത്. വളരെ തണുപ്പോ, ഭയങ്കര അതികഠിനമായ തണുപ്പോട് കൂടി ഒഴുകുന്ന വെള്ളമാണ്. അപ്പോൾ ഈ മാൽപ്പയ്ക്ക് പറയാനുള്ളൊരു കഥ എന്ന് പറയുന്നത്, 90s നമ്മുടെ പ്രോത്തിമ ബേദിയും സംഘവും, ഒരു വലിയ സംഘമുണ്ടായിരുന്നു. പ്രോത്തിമ ബേദി, നമ്മുടെ പൂജാ ബേദിയുടെ മദറായിരുന്ന പ്രോത്തിമ ബേദിയും സംഘവും യാത്ര ചെയ്തിരുന്നൊരു സ്ഥലമാണ്. അവർ ഒട്ടനേകം ആൾക്കാർ, ഒരു 200 പേർക്ക് അടുത്തുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരന്ന് അവിടെ സ്റ്റേ ചെയ്യുകയും ആ സ്റ്റേ ചെയ്തിട്ട് അന്ന് രാത്രിയിൽ ഒരു വലിയ പർവ്വതം തന്നെ അവരുടെ ദേഹത്തേക്ക് ഉരുണ്ട് വീണ് ഒരാൾ പോലും രക്ഷപ്പെടാതെ മുഴുവൻ പേരും മരിച്ചടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരുറങ്ങുന്ന, അല്ലെങ്കിൽ അവരുടെ ബോഡിയൊന്നും പലതും എടുക്കാനൊന്നും പറ്റില്ല. അവരുറങ്ങുന്ന മണ്ണിൻ്റെ മുകളിലാണ് ഞങ്ങളന്ന് കഴിയുന്നത്. ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയവും വിശ്വാസവും എന്തൊക്കെയോ വേറൊരു അനുഭവ തലത്തിലൂടെയാണ് ഞങ്ങൾ മാൽപ്പയിൽ അന്ന് രാത്രി കഴിയുന്നത്. ചുരുണ്ടുകൂടി ഭയന്ന് ഈ ചൂരും, അതായത് കുതിരയുടെ ചൂര് കിടക്കുന്ന ആ ഷെഡിനകത്ത് എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങുന്നു. മഹാദേവനെ ദർശിക്കുവാനുള്ള യാത്രയിൽ ഇതൊന്നും ഒരു തടസ്സമേ അല്ല എന്നുള്ള മനസ്സിൽ വളരെ എന്താ പറയുന്നത്, നമ്മൾ തയ്യാറെടുപ്പോടുകൂടിയാണ് പോകുന്നത്. അങ്ങനെ മാൽപ്പ നേരം വെളുക്കുന്നു, മാൽപ്പയിൽ സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോഴാണ് മാൽപ്പയെ നമ്മൾ കാണുന്നത്. കാരണം 2 സൈഡിലും വളരെ ഇടുങ്ങിയ പർവ്വതങ്ങൾ, നടുക്ക് ഒരു കുഞ്ഞു വഴിയും ഒരു ചെറിയ നദിയുമുള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് ഈ കൈലാസത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ലാൻഡ് സ്ലൈഡിങ് എന്ന് പറയുന്നത് കൈലാസത്തിൻ്റെ ദിനചര്യയാണ് ലാൻഡ് സ്ലൈഡിങ്. ആ ലാൻഡ് സ്ലൈഡിങ്ങിൽ ചെറുതോ വലുതോ ആയിട്ട് എന്തെങ്കിലും ഒന്ന് മാൽപ്പയിൽ സംഭവിച്ചാൽ ഞങ്ങളും അവിടെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു യാത്രാപഥത്തിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ് ഞങ്ങൾ. പക്ഷേ തുടർന്നുള്ള യാത്രയിൽ അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭാണ്ഡക്കെട്ടുമായിട്ട് അല്ലെങ്കിൽ ഈ ഭാരവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ അതിഭയങ്കരമായ പ്രയാസം വരും. നിങ്ങൾക്ക് ഒരിക്കലും കയറാൻ കഴിയില്ല. കാരണം തുടർന്ന് പോകുന്ന സ്ഥലങ്ങളിൽ ഷിയാലിക് എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റീപ്പ് മൗണ്ടെയിൻ ഉണ്ട്. ഏതാണ്ട് ഒരു 70 ഡിഗ്രി ആംഗിളിൽ കയറേണ്ട ഒരു സ്റ്റീപ്പ് മൗണ്ടെയിൻ ഉണ്ട്. അതൊക്കെ കയറാൻ നിങ്ങൾക്ക് വളരെ പ്രയാസം വരും എന്നുള്ളത് കൊണ്ട്, അപ്പോൾ അവിടെ കണ്ട, അല്ലെങ്കിൽ അവിടെ വന്ന് ചേർന്ന ഒരു സുഹൃത്ത്, കണ്ണൂരുകാരനായിട്ടുള്ള ഒരു മനോജ് എന്നും മറ്റും പറഞ്ഞ ഒരാൾ, പട്ടാളക്കാരനാണ്, ITBPയുടെ അംഗമാണ്. അദ്ദേഹം നടന്നാണ്, ഈ 4 ദിവസം നടന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലേക്ക് പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി കുതിരക്കാരുമായി കുതിരയല്ല, സത്യത്തിൽ പോണി കുതിരകളാണ്, കഴുതയും കുതിരയും അല്ലാത്തൊരു വിഭാഗമാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു ധാരണയിലെത്തുന്നു. അങ്ങനെ ഞങ്ങളുടെ മെയിൻ ബാഗുകൾ കുതിരപ്പുറത്ത് പോകുന്നു. ബാക്കി ഞങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞങ്ങളുടെ ചെറിയ ബാക്ക് പാക്കിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്ന് നേരെ അവിടെ നിന്ന് ഞങ്ങൾ ബുധിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് നടക്കുകയാണ്, ട്രക്കിംഗ് ആണ്. ഞങ്ങൾ പോകുമ്പോൾ ഓപ്പോസിറ്റിൽ പോണിക്കുതിരകൾ വരുന്നു മണികിലുക്കത്തോടു കൂടി. ഒരു പക്ഷേ ഒഴിഞ്ഞു മാറുവാൻ പറ്റാത്ത തരത്തിലുള്ള വഴികളിലൂടെയാണ് ഇവർ വരുന്നത്. ഞങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു മാറിയാൽ അപ്പുറത്തെ കാളി നദിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ്.
അങ്ങനെ വളരെ ഭയന്നും എന്നാൽ ധൈര്യം സംഭരിച്ചും മഹാദേവ ദർശനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ഇതൊന്നും ഒരു ഘടകമേ അല്ല എന്നുള്ള മനസ്സിൻ്റെ ഏറ്റവും ശക്തമായൊരു നിലപാടിലും യാത്ര തുടരുകയാണ്. യാത്ര തുടരുമ്പോഴും ശരീരം വല്ലാതെ കോച്ച് വലിക്കുകയാണ്. ഭയങ്കര വേദനകളുണ്ട്, ശ്വാസമെടുക്കാൻ പ്രയാസം വരുന്നുണ്ട്, കാലാവസ്ഥയിലുള്ള വ്യത്യാസം, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് വായുവിലുണ്ടാകുന്ന വ്യത്യാസം, നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചും ഒക്കെ നമ്മൾ ആദ്യ യാത്രയാണ്. അങ്ങനെ യാത്രയിൽ ഞങ്ങൾ അന്ന് വൈകുന്നേരത്തോടുകൂടി ബുധിയിൽ എത്തിച്ചേരുകയാണ്. ബുധി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ബ്യൂട്ടി ആണെങ്കിലും ഒരു വലിയ തീക്ഷ്ണമായ ഒരു കയറ്റം കയറിയാണ് ഈ ബുധിയിലെത്തുന്നത്. ഏകദേശം ഒരു 10, 12, 11 കിലോമീറ്ററാണ് ഈ മാൽപ്പയിൽ നിന്നും ബുധിയിലേക്കുള്ളത്. പക്ഷേ അത്രയും കിലോമീറ്റർ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഏതാണ്ടൊരു 4 ദിവസത്തെ TDS യാത്ര എങ്ങനെ ചെയ്തതിൻ്റെ അനുഭവമാണോ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്നത്, അതാണ് ബുധിയിലുണ്ടായത്. അങ്ങനെ ബുധിയിൽ സ്റ്റേ ചെയ്യുന്നു. ബുധിയിൽ കുറച്ചുകൂടെ ബെറ്റർ താമസിക്കാനുള്ള അന്തരീക്ഷമായിരുന്നു, ഒരു വീടായിരുന്നു, അവിടെ താമസിക്കുന്നു. പിറ്റേന്ന് ഞങ്ങൾ കയറുന്നത് ഷിയാലിക് കയറ്റമാണ്. ഷിയാലിക് കയറ്റം എന്ന് ശിവാലിക് എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ അതിൻ്റെ പേര് ഷിയാലിക് എന്നാണ്. ഷിയാലിക് എന്ന് പറയുന്നൊരു അതികഠിനമായിട്ടുള്ളൊരു പർവ്വതനിരയാണ്. ആ പർവ്വതം കയറുക എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വിചാരിച്ചത് കയറി നടന്നങ്ങ് പോയാൽ മതിയല്ലോ. പക്ഷേ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അനുഭവിക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അത്രയ്ക്ക് കഠിനമാണ് ഷിയാലിക് കയറ്റം. അന്ന് ഞങ്ങളുടെ ആദ്യ യാത്രാ പദ്ധതി. അപ്പോൾ യാത്രകൾ ഇങ്ങനെ തുടരുന്നു. യാത്രയിൽ നമുക്ക് കിട്ടുന്നത്, ആദ്യ സമയങ്ങളിൽ കിട്ടുന്നത് മരങ്ങളുടെ തണൽ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഈ നമ്മുടെ പൈൻ മരങ്ങൾക്ക് ശേഷം പിന്നെ കാണുന്നത് ദേവദാരുവാണ്. നമുക്ക് ഒരു 7000-8000 അടിയിൽ നമ്മൾ നിൽക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കവർ ചെയ്യുന്നത് ഏതാണ്ട് 2000-ന് മുകളിൽ അടി നമ്മൾ നടന്ന് മുകളിലേക്ക് കയറുകയാണ്. 2000 അടി നമ്മൾ മുകളിലേക്ക് ആ ഡിസ്റ്റൻസ് വരുമ്പോഴുണ്ടാകുന്ന കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ നമുക്ക് എത്രത്തോളം നമ്മളെപ്പോലെയുള്ള ഒരു കേരളത്തിലെ സാധാരണ നാട്ടിൽ ജീവിക്കുന്ന ഒരാളിന് എങ്ങനെ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ മാത്രം നമുക്ക് പിടികിട്ടുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. എങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ചെല്ലും, അതൊന്നും നമുക്ക് പക്ഷേ ഒരു ഓർമ്മയേ ഇല്ല. കാരണം ലക്ഷ്യം മഹാദേവൻ മാത്രമാണ്. ആ 2000 അടി ഓരോ ദിവസവും കവർ ചെയ്യുമ്പോഴും നമ്മളുടെ വലിക്കുന്ന ശ്വാസത്തിൽ പ്രയാസമുണ്ടെങ്കിലും ആ ശ്വാസത്തിലൊക്കെ നമുക്ക് ഒരു ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്, ദേവദാരുവിൻ്റെ ഗന്ധം. ഷിയാലിക്ക് കഴിഞ്ഞ് നേരെ ഗുഞ്ചി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ കയറുകയാണ്. ഗുഞ്ചി എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ്. ആക്ച്വലി ആദി കൈലാസ യാത്രയിലെ ഒരു ജംഗ്ഷനാണ് ഗുഞ്ചി. ഗുഞ്ചിയിൽ കുറേ പട്ടാള ക്യാമ്പുകളുണ്ട്, ഹെലികോപ്റ്ററിന് ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ വാഹനങ്ങളൊക്കെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നുണ്ട്. ഗുഞ്ചിയിൽ നമുക്ക് ഒരുപാട് മലയാളികളെ കാണാം. മലയാളികളായിട്ടുള്ള പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അർദ്ധസൈനികർ. അവരുടെ ജീവിത രീതികൾ വളരെ കഠിനമാണ്. ഈ 5-6 ദിവസം നടന്ന് വന്നിട്ടാണ് അവർ അവരുടെ ക്യാമ്പുകളിലേക്ക് എത്തുന്നത്. മറ്റ് സാധാരണ BSFലെയോ അല്ലെങ്കിൽ ആർട്ടിലറിയോ പട്ടാളക്കാരുടെ കൂട്ടുള്ള ബെനിഫിറ്റുകളൊന്നും കിട്ടാത്തൊരു വിഭാഗമാണെന്നാണ് എൻ്റെ അറിവ്. അവരുടെ ക്യാമ്പുകളിലേക്ക് ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങളെ അവർ കൂട്ടുന്നു. നല്ല ദാൽ കറിയും മറ്റ് ചപ്പാത്തിയും ഒക്കെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നു. സമൃദ്ധമായിട്ടുള്ള ഒരു സ്വീകരണം ഞങ്ങൾക്ക് തരുന്നു. ആദി കൈലാസ യാത്രയെപ്പറ്റി അവർ വിവരിക്കുന്നു, ഒരുപാട് കഥകൾ അവർ പറയുന്നു. ആദി കൈലാസ യാത്രയെ പറ്റിയുള്ള അനുഭവങ്ങൾ, പലർ വന്നുപോയ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നു. അങ്ങനെ അതുപോലെ തന്നെ അവിടുത്തെ മഞ്ഞിൻ്റെ പ്രത്യേകത, അവിടുത്തെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, വളരെ ബ്രൈറ്റായിട്ടുള്ള വെളിച്ചമാണ്. ബ്രൈറ്റ് വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചത്തിന് അപ്പുറത്തേക്ക് ചുറ്റിനും ഐസ് ഗ്ലേഷ്യറിൽ നിന്നും തട്ടി വരുന്ന സൂര്യൻ്റെ വെളിച്ചം. അവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം ഒരു നല്ല സൺഗ്ലാസ് വേണ്ടി വരും. അതേപോലെ ഒരു 50 ppm എങ്കിലുമുള്ള സൺസ്ക്രീനുകൾ നമുക്ക് മുഖത്ത് പുരട്ടേണ്ടതായിട്ട് വരും. നമ്മുടെ ഈ ശ്രീലങ്കൻ ബോളറായിട്ടുള്ള നമ്മുടെ ലസിത് മലിംഗയൊക്കെ നടക്കുന്ന പോലെ വേണം നമ്മൾ മുഖത്തത് പുരട്ടി നടക്കുവാൻ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് നല്ല പാട് വരും. എനിക്കൊരു പക്ഷേ എൻ്റെ മുഖത്തൊക്കെ ഈ പാടുകൾ വന്നിട്ടുള്ളത് കൈലാസ യാത്രയിൽ നിന്ന് വന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് കേട്ടോ. ഗുഞ്ചി സത്യത്തിലൊരു ജംഗ്ഷനാണെന്ന് പറയാൻ കാരണം, ഗുഞ്ചിയിൽ നിന്നാണ് നമുക്ക് ആദി കൈലാസ യാത്രയിൽ 2 കാഴ്ചകളാണ്. ഒന്ന് ഓം പർവ്വതം, 2 ആദി കൈലാസം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ജംഗ്ഷനാണ് ഗുഞ്ചി. ഗുഞ്ചിയിൽ നിന്നാണ് നമുക്ക് ആദി കൈലാസത്തിലേക്ക് പോകേണ്ടത്.
ഗുഞ്ചിയിൽ നിന്നാണ് നമുക്ക് ഓം പർവ്വതത്തിലേക്ക് പോകേണ്ടത്. രണ്ടും രണ്ട് വഴിയാണ്. ആദ്യം നമുക്ക് പോകേണ്ടത് ഓം പർവ്വതത്തിലേക്കാണ്. അതിനു മുമ്പ് ഗുഞ്ചിയിൽ നമുക്ക് അക്ലമൈറ്റൈസേഷൻ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം അവിടുത്തെ പ്രകൃതിയുമായി ഏറ്റവും ടോപ്പ് പീക്കാണ്. ആ പീക്കിൽ നമുക്ക് പരമാവധി നമ്മൾ അവിടുത്തെ പ്രകൃതിയുമായി നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ വായുവും നമ്മുടെ ശ്വസനവും ആരോഗ്യാവസ്ഥകളും മുഴുവൻ അവിടെ നമുക്കൊരു ദിവസം നിന്ന് നമ്മളുടെ ബോഡി താരതമ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവിടെ വീണ്ടും നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ആ മെഡിക്കൽ ചെക്കപ്പിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് നമുക്ക് തുടർന്ന് പോകാനുള്ള അനുവാദം കിട്ടത്തുള്ളൂ. ITBPയുടെ ഓൺ ക്യാമ്പാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ വീടുകളിലേക്ക് വിളിക്കാനുള്ള അവസരവും അവിടെ തന്നെയാണുള്ളത്. അവസരം എന്ന് പറഞ്ഞാൽ ₹1 കൊടുത്താൽ നമുക്ക് ട്രങ്ക് കോള് ബുക്ക് ചെയ്ത് മിലിറ്ററി ഫോണുകളിൽ നിന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെ ക്യൂ നിന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു. വീട്ടുകാർ കഴിഞ്ഞ ഒരു 8 ദിവസത്തായിട്ട് നമ്മളെപ്പറ്റി യാതൊരു ബന്ധവുമില്ല, യാതൊരു വിവരവുമില്ല. അങ്ങനെ 8 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴുണ്ടാകുന്നൊരു അനുഭവം അത് മറ്റൊരനുഭവമാണ്. ആ അനുഭവം കഴിഞ്ഞ് ഗുഞ്ചിയിലെ കാലാവസ്ഥ മാറി മാറി വരുന്ന കാലാവസ്ഥയാണ്. ഒരേ ദിവസം പല കാലാവസ്ഥകൾ, പല തരത്തിലുള്ള അനുഭവങ്ങൾ. ഇതെല്ലാം അനുഭവിച്ച് അവിടെ ക്യാമ്പിൽ നമ്മൾ ITBPയുടെ ക്യാമ്പാണ്. അത് എന്താ പറയുന്നത്, മറ്റേ പട്ടാളക്കാരുടെ ക്യാമ്പ് പോലെ മാതിരിയുള്ള മറ്റേ ക്യാമ്പുകളിൽ ഞങ്ങളവിടെ കഴിയുന്നു. ഭക്ഷണം അവരവിടെ ഉണ്ടാക്കി തരുന്നു. രാത്രിയിൽ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ ഓം പർവ്വത ദർശനത്തിനായിട്ട് യാത്ര തിരിക്കുകയാണ്. നാഭി വില്ലേജിലൂടെ യാത്ര തിരിക്കുകയാണ്. നാഭി വില്ലേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ട്രഡീഷണൽ വില്ലേജാണ്. അവിടെ 6 മാസം മാത്രം കഴിയുന്ന ഒരു ഗ്രാമവാസികളാണ്. 6 മാസം അവരവിടെയും 6 മാസം അവർ താഴെ ധാർച്ചുലയിലോ അല്ലെങ്കിൽ അതിനടുത്ത പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്ന സ്ഥലം. തീക്ഷ്ണമായിട്ടുള്ള മഞ്ഞ് വരുമ്പോഴത്തേന് ഇവരൊക്കെ താഴേക്ക് പോകുന്ന മനുഷ്യരാണ്. വളരെ കുറച്ച് അംഗങ്ങളുണ്ട്. ഒരു 10-30 വീടുകളുള്ള ഒരു ചെറിയ വില്ലേജാണ് നാഭി വില്ലേജ്. അവിടെ വളരെ ട്രഡീഷണൽ ഡാൻസുകൾ, നൃത്ത പരിപാടികൾ, അവരുടേതായ സംസ്കാരങ്ങൾ ഒത്തിരി ഉള്ളത്. അവരൊരുപാട് ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി അവിടെ തന്നെ അവർ വെച്ചിട്ട് അടുത്ത 6 മാസം താഴേക്ക് പോയിട്ട് തിരിച്ചു ചെന്ന് അവരത് ഒരു കേടുപാടും കൂടാതെ വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ നാഭി വില്ലേജിലുള്ള യാത്രയിൽ പിന്നെ ചെല്ലുന്ന ഡെസ്റ്റിനേഷനാണ് നമ്മൾ കാലാപാനി എന്ന് പറയുന്ന സ്ഥലം. കാലാപാനി എന്ന് പറയുന്നത് നമ്മുടെ പട്ടാളക്കാരുടെ ഏറ്റവും മെയിനായിട്ടുള്ള ബോർഡറിൻ്റെ തൊട്ട് മുമ്പുള്ള ആയുധങ്ങളുടെയും ആൾക്കാരുടെയും ഒക്കെ അസംബിൾഡ് ഏരിയ ആണ് കാലാപാനിയിൽ നമ്മുടെ പേപ്പറുകൾ, അതായത് നേരത്തെ നമ്മൾ ധാർച്ചുലയിൽ നിന്ന് കളക്ട് ചെയ്ത ഇന്നർ ലൈൻ പെർമിറ്റ്, നമ്മളുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് മാത്രമേ തുടർന്നുള്ള യാത്ര അവർ അനുവദിക്കത്തുള്ളൂ. തുടർന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓം പർവ്വത് ഇതിലേക്കുള്ള യാത്ര. കാരണം ഓം പർവ്വത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യ തീരുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത രാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ യാതൊരു കാരണവശാലും ഏതെങ്കിലും നുഴഞ്ഞു കയറ്റം പോലും സമ്മതിക്കത്തില്ല എന്നുള്ള കാരണത്താലാണ് ഇവർ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം കാലാപാനിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അവിടെ പരിശോധനകളുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പരിശോധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 2 മിനിറ്റ്സ് നിങ്ങളെവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഓം പർവ്വത ദർശനത്തിനായിട്ട് പുറപ്പെടുന്നു. ഓം പർവ്വത ദർശനത്തിനായിട്ടുള്ള യാത്ര പോകുമ്പോഴേക്കും നമ്മൾ താഴേന്ന് വന്ന് കണ്ട ഈ പറയുന്ന പൈൻ മരങ്ങളോ അതേപോലെ തന്നെ ദേവദാരു വൃക്ഷങ്ങളോ ഒന്നുമില്ല. കാലാപാനിയുടെ മറ്റൊരു കഥ അല്ലെങ്കിൽ കാലാപാനിയുടെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഈ അടുത്ത സമയത്ത് കാലാപാനി വരെയാണ് ചൈനയുടെ സഹായത്തോടു കൂടി നേപ്പാൾ കൈയടക്കാൻ ശ്രമിച്ച ഒരു സ്ഥലം. ഇന്ത്യൻ പട്ടാളം അവരെ ഓടിച്ചു വിട്ട് അല്ലെങ്കിൽ അങ്ങനെ തോൽപ്പിച്ച് വിട്ട ഒരു സ്ഥലം കൂടിയാണ്. ഈ അടുത്ത സമയത്ത് 2 വർഷം കൊണ്ടായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാലാപാനിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ കാലാപാനിയിൽ നിന്ന് പിന്നീടുള്ള യാത്രയിൽ നമ്മുടെ മരങ്ങൾ പതുക്കെ അപ്രത്യക്ഷമാവുകയാണ്. മരങ്ങളില്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ദേവദാരുവും കഴിഞ്ഞ് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴത്തേനും മരങ്ങളുടെ സ്വഭാവവും മരങ്ങളുടെ പ്രത്യേകതകളൊക്കെ മാറി തുടങ്ങുന്നു. പിന്നീടുള്ള മരങ്ങൾ എന്ന് പറയുന്നത് ബുർജ് എന്ന് പറയുന്ന മരമാണ്. ബുർജ് വൃക്ഷം എന്ന് പറയും. ഈ വൃക്ഷത്തിനെ പറ്റി നമ്മുടെ MK രാമേന്ദ്രൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ബുർജിനെ പറ്റി അറിഞ്ഞപ്പോൾ അതിനെ കാണാനും തൊടാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചു എനിക്ക്. കാരണം ബുർജിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് വൃക്ഷത്തിൻ്റെ തൊലി അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ആവരണം അത് പേപ്പർ പോലെ ഇളകി വരും. ഇതിലാണ്
വ്യാസൻ മഹാഭാരതം എഴുതിയത് എന്ന ചരിത്രം അവിടെ വെച്ചാണ് ഞാൻ അറിയുന്നത്. പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞു. പക്ഷേ ഈ പിന്നെ ഇതിൻ്റെ ഈ സ്കിന്ന് അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ സ്കിന്ന് കണ്ടപ്പോൾ നമുക്കത് വലിയ ഒരു സന്തോഷം തോന്നിയൊരു അവസ്ഥയാണ്. അത് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളതാണ്. യാത്രകളിൽ ബുർജ് വിഷവും അപ്രത്യക്ഷമാകുന്നു. പിന്നീട് ചെറിയ പുൽനാമ്പുകൾ മാത്രമാകുന്നു. മലകളിൽ ചെറിയ ഐസ് കഷ്ണങ്ങളും പാറയും മാത്രമാകുന്നു. പതുക്കെ വെജിറ്റേഷൻ പോലും കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്. ദാറ്റ് മീൻസ് അവിടെ തണുപ്പിൻ്റെ കാഠിന്യം, ഓക്സിജൻ്റെ കുറവ്, വായുവിലെ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ ഓം പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് ബേസ് ക്യാമ്പിൽ എത്തുകയാണ്. ഓം പർവ്വതത്തിലേക്കുള്ള യാത്ര അനുവദനീയമല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെയും ഇതേമാതിരി ഒരു മിനി പട്ടാള ക്യാമ്പൊക്കെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് ഓം പർവ്വത ദർശനം ലഭിക്കുകയാണ്. സത്യത്തിൽ ഒരു പർവ്വതം അതിൻ്റെ മുഴുവൻ ഭാവവും ഓം എന്നുള്ള ആ ഒരു ആകാരത്തിൽ, ആ ഒരു ആകൃതിയിലിരിക്കുന്ന ഒരു പർവ്വതം മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതി നിർമ്മിതമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ അളവ്, നമുക്ക് എത്ര ശതമാനം വിശ്വാസമുണ്ടായിരുന്നോ അതിൻ്റെ 1000 മടങ്ങിലേക്ക് നമ്മൾ അങ്ങ് അലിഞ്ഞ് ചേരുകയാണ്. ഒരു ഓമിനെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. അതിനുശേഷമുള്ള ഒരു മലയ്ക്ക് അപ്പുറത്താണ് മഹാപർവ്വതം എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ആ ഒരു മലയുടെ കഴിഞ്ഞാൽ മഹാപർവ്വതത്തിലേക്കുള്ള യാത്രാപഥമാണ്. ആ ഒരു മല കൂടി കഴിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ഞാൻ വീണ്ടും ഒരു സ്വപ്ന സഞ്ചാരം നടത്തുകയാണ്. പക്ഷേ കഴിയില്ലല്ലോ. പ്രായോഗികമായിട്ട് നമ്മുടെ ഡോക്യുമെൻ്റെല്ലാം പിടിച്ചു വെച്ച് നമുക്ക് അനുമതിയില്ല. അവിടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. അതിന് മറ്റൊരു യാത്രയാണ്. ആ യാത്രയെപ്പറ്റി ആഗ്രഹിച്ചും ആലോചിച്ചും കൊണ്ട് ഓം പർവ്വത ദർശനവും കഴിഞ്ഞ് ആ രാത്രി അവിടെ കിടന്ന് -13 ഡിഗ്രി തണുപ്പിൽ അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ വീണ്ടും ഓം പർവ്വത ദർശനം കാണുമ്പോൾ ഏതാണ്ട് സൂര്യൻ്റെ സുവർണ്ണ വെളിച്ചം ഓമിലേക്ക് അടിക്കുകയും ആ വെളിച്ചത്തിൽ ഓം വീണ്ടും കാണാൻ കഴിയുകയും അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഗുഞ്ചിയിലേക്ക് യാത്രയാകുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓം പർവ്വത ദർശനത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു സ്വപ്ന സഞ്ചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാവനയിലുള്ള സ്വപ്ന സഞ്ചാരം എന്ന് പറയുന്നത് മഹാകൈലാസ യാത്രയാണ്. ഈ മഹാകൈലാസ യാത്ര സംഭവിച്ചു എന്നുള്ളതാണ് പിന്നീട് അതിന് ശേഷമുള്ള 5ാമത്തെ വർഷം ഞാൻ നേടിയെടുക്കുന്ന എൻ്റെ ഏറ്റവും പ്രണയപരമായിട്ടുള്ളൊരു യാത്ര. ആ യാത്രയെപ്പറ്റിയുള്ള അനുഭവങ്ങൾ, അതിന് ഒരുപാട് കടമ്പകൾ ആവശ്യമുണ്ട്. അതായത് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് നമ്മൾ അനുമതി തേടണം. ഏതാണ്ടൊരു 10-30 ലക്ഷം ആൾക്കാർ അപേക്ഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ പരമാവധി തിരഞ്ഞെടുക്കുന്നത് 2800 പേരെ തിരഞ്ഞെടുത്തിട്ട് അതിൽ വീണ്ടും സ്ലോട്ട്, അതായത് ലോട്ട് എടുക്കുക എന്ന് പറയും. ഭാഗ്യക്കുറി തിരഞ്ഞെടുക്കുന്ന പോലെ ലോട്ട് എടുത്തിട്ട് അതിൽ 900 ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ 900 പേരിൽ ഒരാളായി മാറുവാനുള്ള ഭാഗ്യം. അതായത് 2019 മഹാകൈലാസ യാത്ര ഒരു പക്ഷേ 2019 ശേഷം ഇന്ന് 2025 വരെ ആ റൂട്ടിൽ മഹാകൈലാസ യാത്ര നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. 2019 അവസാന കൈലാസ യാത്രയുടെ അവസാന ബാച്ചിലെ ഒരംഗമായി മാറുവാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിക്കുകയും ആ ഭാഗ്യത്തിനെ പറ്റിയുള്ള അവതരണം അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഗുഞ്ചിയിൽ നിന്നും, അല്ലെങ്കിൽ ഓം പർവ്വതത്തിൽ നിന്നും തിരിച്ച് ഗുഞ്ചിയിലെത്തി ആദി കൈലാസത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന യാത്രാ അനുഭവങ്ങൾ കൂടി നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.